സാറേ, നമ്മുടെ ഈ കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ ബംഗാളിനെ കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ബംഗാൾ കഴിഞ്ഞ 15 വർഷമായിട്ടും മമതയുടെ ഭരണത്തിലാണ്. ഇക്കുറി ബംഗാളിൽ ഒരു മാറ്റം സംഭവിക്കുമോ? അവിടെ മുഖ്യപ്രതിപക്ഷത്ത് BJP ആണ്. BJP അവിടെ അധികാരത്തിലേക്ക് വരുമോ? എന്താണ് അങ്ങയുടെ വിശകലനത്തിൽ അറിയാൻ കഴിയുന്നത്? ഈ കാര്യത്തിനകത്ത് പെട്ടെന്നൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3, 77, 195 ആ വളർച്ച സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമല്ല. 3-ൽ നിന്ന് 77 ഇപ്പം 294 സീറ്റ് അവിടെ ഉള്ളത്. 147 സീറ്റ് കിട്ടിയാൽ ഭൂരിപക്ഷമാവും. 3-ൽ നിന്ന് 77 ആകാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ 65 MLA ഉള്ളെന്ന് തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. ആ വളർച്ചയുടെ സാധ്യത ബംഗാൾ തുറന്നു നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പുകൾ ഒരു കാലഘട്ടത്തിൽ ഇടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതു മുന്നണിയുടെയും പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നു. നിയന്ത്രണം നല്ല വാക്കാണ്. കൈകടത്തൽ. അവർ തീരുമാനിക്കുമായിരുന്നു ആര് ജയിക്കണം, ആര് തോക്കണം, ആര് വോട്ടർ ലിസ്റ്റ് വേണം, ആര് വോട്ട് ചെയ്യുമെന്ന്. ഗ്രാമങ്ങളിലെ മൊത്തം വോട്ടുകൾ എല്ലാവരും വീട്ടിലിരുന്നാൽ മതി. വോട്ടൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വോട്ട് അവർ ചെയ്തോളും. എതിർത്ത് മിണ്ടിപ്പോയെങ്കിൽ തലയറുത്ത് നടവാതിക്കൽ കൊണ്ട് വെക്കും. മക്കളുടെ ചോര പുരണ്ട ഭക്ഷണം വെട്ടി മുറിച്ചിട്ട മകൻ്റെ ചോര എടുത്ത് ചോറിനകത്തിട്ട് കൊടുത്തിട്ട് ആ ചോറ് അമ്മയെ കൊണ്ട് കഴിപ്പിച്ച ക്രൂരതയുടെ രാഷ്ട്രീയമാണ് ബംഗാളിൽ ഇടതുപക്ഷത്തിനുള്ള. തന്നെയോ അതുപോലെ വേറൊരു വലിയ സംഗതിയാണ് മാരിജാപ്പിയിലെ കൂട്ടക്കൊലപാതകം. ഒരു വളരെ ഗുജറാത്ത് സംഭവം എന്നൊക്കെ പറയുന്ന ഒന്നുമില്ല. ഇതിനു മുമ്പിൽ സിഖ് കലാപം പോലും ഒന്നുമില്ല. ജ്യോതി ബസുവിൻ്റെ കാലത്ത് മാരിജാപ്പിയിലെ നാമശൂദ്ര വിഭാഗം എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽ ആ പട്ടികജാതി വിഭാഗക്കാരുടെ കൂട്ടക്കൊലയിൽ 10,000 പേരെ വരെയെങ്കിലും കൊന്നിട്ടുണ്ടാകുമെന്നാണ് അതിനെക്കുറിച്ചുള്ള അന്തർദേശീയ തലത്തിലുള്ള കണക്കുകൾ ഇപ്പോൾ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ആ ക്രൂരതയുടെ രാഷ്ട്രീയം ജനാധിപത്യ സംവിധാനത്തെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അടക്കി വാണാണ് ഇടതുപക്ഷം ബംഗാള് അത്രയും കാലം ഭരിച്ചത്. 35 വർഷം, 34 ചില്ലറ. ആ 3.5 ദശാബ്ദ കാലത്തെ ഭരണം കഴിഞ്ഞ് പോയ ഗുണ്ടാരാഷ്ട്രീയത്തിന് പകരം വന്ന ഗുണ്ടാരാഷ്ട്രീയത്തിൻ്റെ പേരാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും. അത് ബംഗാളിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ, കാരണം നമ്മൾ ബംഗാൾ എന്ന് പറയുമ്പോൾ കാണുന്ന ആ വലിയ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പം എന്താണെന്ന് നമ്മളിവിടെ ജോലിക്ക് വരുന്ന ബംഗാളികൾ കണ്ടാൽ അറിയാമല്ലോ. ഒരു ഗതിയും പരഗതിയുമില്ല. വളരെ ദയനീയമായ ജനസമൂഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ഗ്രാമങ്ങൾ. നമുക്ക് സങ്കടം തോന്നും. സ്വാമി വിവേകാനന്ദൻ്റെ നാട്, ശ്രീരാമകൃഷ്ണദേവൻ്റെ നാട്, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നാട്. ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി മമത വന്നപ്പം അവരുടെ ജീവിതം വെച്ചെന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പറയുന്ന കാര്യം ഗുണ്ടായിസമൊക്കെ ചെയ്യണം. വോട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, നേരത്തെ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചതുപോലെ. ആ ഗുണ്ടാ രാഷ്ട്രീയം കഴിഞ്ഞ 15 വർഷമായിട്ട് തുടർന്നു. നമുക്കറിയാം, ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും, അത് പഞ്ചായത്താണെങ്കിലും അസംബ്ലി ആണെങ്കിലും പാർലമെൻ്റ് ആണെങ്കിലും, പഞ്ചായത്തിൽ മത്സരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. എത്രയോ പഞ്ചായത്ത് വാർഡുകളിലാണ് മത്സരിക്കാൻ ആളില്ലാത്ത അവസരം ഉണ്ടായിട്ടുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പും ചോരയിൽ മുക്കുന്ന അക്രമം. ആ ആക്രമണത്തിൻ്റെ കാര്യം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ പോലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൃണമൂലിൻ്റെ ഭാഗമായിട്ട് മാറി. പിന്നെ BJP വന്ന ശേഷമാണ് അവിടെ ഒരു മാറ്റം ഉണ്ടായത്. ദേശീയതയുടെ പക്ഷത്തേക്ക്
ജനങ്ങളെ അടുപ്പിക്കുന്ന ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ സമീപനം ബംഗാളിൽ വ്യാപകമായി. ആ സന്ദർഭത്തിലാണ് അവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത്. അപ്പം വേറൊരു പ്രധാന ഘടകം ഉപയോഗിക്കാൻ തുടങ്ങി. അത് നേരത്തെ ജ്യോതിബാസുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറി വരുന്നവര് പ്ലസ് രോഹിംഗ്യൻസ്. നമുക്കറിയാം രോഹിംഗ്യൻസ് എന്ന് പറഞ്ഞാൽ എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ക്രൂരതയുടെയും കൊലപാതകത്തിൻ്റെയും ബലാത്സംഗങ്ങളുടെയും ആ കൊടും ക്രൂര സാഹചര്യം ഉണ്ടാക്കിയെടുത്ത ഒരു ജനസമൂഹമാണ്. ബംഗ്ലാദേശിന് വേണ്ടെന്ന് പറഞ്ഞ അവരെ ബംഗ്ലാദേശ് അങ്ങോട്ട് ബർമയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. മ്യാൻമാറിൽ നിന്ന് ബംഗ്ലാദേശ് കുറച്ചു പേരൊക്കെ ഉണ്ടെങ്കിലും അവരും ചവിട്ടി വിട്ടു. അവരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവിടുത്തെ കുടിയേറി അനുവദിച്ചു. ബംഗ്ലാദേശിലിരുന്ന കുടിയേറ്റക്കാർ ഇവർക്കൊക്കെ കള്ളത്തരത്തിൽ വ്യാജ ആധാര കാർഡുകളൊക്കെ ഉണ്ടാക്കി, ഇലക്ഷൻ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് വോട്ടാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് മമതയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയം. ഈ SIR വന്നപ്പം ആ തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റിൻ്റെ കൃത്യമായ പരിശോധനയും പരിഷ്കരണവും വന്നപ്പം SIRനെതിരെ സുപ്രീം കോടതി ചോദിച്ച പോലെ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അത് പ്രശ്നം ഉണ്ടാക്കുന്നതിനോ സമരം ചെയ്യുന്നതിനോ മര്യാദ വല്ലതും ഉണ്ട്. ED ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് ചെയ്യാൻ വരുന്നു. അവിടെ മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് ബന്ധമുള്ളതാണെങ്കിലും അല്ലെങ്കിലും അവിടെ കയറി ചെന്ന് ഫയലെടുക്കുന്നതിനോ ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നതിനോ ഇവർക്കെന്താ കാര്യം? അവർ ചെയ്തില്ലേ അങ്ങനെ? അതിന് കൂട്ടുനിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരും കമ്മീഷണർ ഉൾപ്പെടെ. അങ്ങനെ ക്രമസമാധാനവും രാജ്യത്തിൻ്റെ നിയമങ്ങളോ ഒന്നും കണക്കിലെടുക്കാത്ത ഒരു ഗുണ്ടാ രാഷ്ട്രീയം ജനാധിപത്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അടക്കി വാണ സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. സാർ, അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രമാണ് മമതയും പിന്തുടർന്നത്. അതായത് ഈ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ, റോഹിംഗ്യകളെ ഒരു വോട്ട് ബാങ്കാക്കി. കൂടെ ബംഗാളിലെ മുസ്ലിം സമുദായം, അത് ഏതാണ്ട് 35% വരും, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ വോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മമത സത്യത്തിൽ ഈ 15 വർഷവും അവിടെ പിടിച്ചു നിന്നത്. BJP ക്രമാനുഗതമായി വളർന്നപ്പോൾ മമതയ്ക്ക് വലിയ വെല്ലുവിളിയായി. പക്ഷേ ഇപ്പോൾ അവിടെ മമതയ്ക്ക് BJPയേക്കാൾ വലിയ ഒരു ത്രട്ട് ഈ ഒരു വിഷയത്തിൽ, അതായത് മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരു പഴയ MLA, ഇടയ്ക്ക് അദ്ദേഹം തൃണമൂലിലുണ്ടായിരുന്നു, പിന്നീട് പുറത്തുപോയി. അദ്ദേഹവും ഈ അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും, ഇത് രണ്ടും ബംഗാളിൽ ഇപ്പോൾ ഒരു 30 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. 30 സീറ്റ് അത്ര ചെറിയ സംഖ്യയല്ല. 294 സീറ്റിൽ 30 സീറ്റ് അത്ര മോശമല്ല. മമത വലിയ ഭയപ്പാടിലാണ്. ഈ രണ്ട് പാർട്ടികളെയും അവർ വലിയ രീതിയിൽ ഭയക്കുന്നു. വലിയ ആരോപണങ്ങളാണ് അവർക്കെതിരെ ഉന്നയിക്കുന്നത്. ഇവർ BJPയുടെ B ടീമാണെന്ന് വരെ പറഞ്ഞു വെച്ച് കളഞ്ഞു മമത. ഈ ഹുമയൂൺ കബീറിനും ഒവൈസിക്കും അവിടെ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിയും? അവിടെ ബാബരി മസ്ജിദ് പണിയാൻ പോയ ഹുമയൂൺ കബീർ BJPയുടെ B ടീമാണ്. അതുപോലെ 15 മിനിറ്റ് പോലീസിനെ മാറ്റി നിർത്തിയാൽ 15% മാത്രമുള്ള മുസ്ലിങ്ങൾ 85% ഹിന്ദുക്കളെ മൊത്തം അരിഞ്ഞു വീഴ്ത്തുമെന്ന് പറഞ്ഞ അക്ബറുദ്ദീൻ ഒവൈസിയുടെ ജ്യേഷ്ഠൻ അസറുദ്ദീൻ ഒവൈസി, ഇവർ രണ്ടുപേരും BJPയുടെ B ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വയ്യുന്നുള്ളതല്ല. മമതയുടെ സമനിലയെക്കുറിച്ച് സംശയം വരും. അത് ബൗദ്ധികമായ സമനിലയ്ക്കപ്പുറം രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ സമനില തെറ്റിയതാണെന്ന് പറയാതിരിക്കാൻ ഒരു സാധ്യതയില്ല. അത് വ്യക്തമായ ഒരു കാര്യം. പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട് സ്വാഭാവികമായിട്ടും മമയ്ക്ക് നഷ്ടപ്പെടും. കാരണം മുസ്ലിം ജനത എന്ന് പറയുന്നത് ഭാരതത്തിലെ മറ്റ് ജനതയെ പോലെ തന്നെ. ഭാരതത്തിലെ മറ്റ് ജനതയായിട്ട് അവർക്ക് വ്യത്യാസമൊന്നുമില്ല. ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും പൊതുജീവിതത്തിൻ്റെയും മുഖ്യധാരയിൽ അവർ ജീവിക്കുന്നത്. അതെ, എന്നും അവരെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല.
അത് മമതയും അറിയണം, രാഹുലും അറിയണം, പ്രിയങ്കയും അറിയണം, ഒവൈസിയും അറിയണം, പിണറായി വിജയനും MA ബേബിയും അറിയണം. ഇക്കാലം അത്രയും വോട്ട് ബാങ്കിൻ്റെ പേരിൽ അവരെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ പറ്റിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി അത് വേണ്ട എന്നവർ തിരിച്ചു പറയുന്ന ഘട്ടം വരും. ആ സാഹചര്യമാണ് ഒരു പരിധി വരെയെങ്കിലും. വലിയ വ്യത്യാസം ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ വ്യത്യാസം പറയുന്ന ഘടകങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, കൃത്യമായി വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് സുതാര്യത വന്നപ്പം, അനധികൃതമായ വോട്ടുകളുടെ ഒഴിവാക്കൽ സംഭവിച്ചപ്പം, അതോടൊപ്പം തന്നെ മമതയ്ക്ക് മമതയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് തൊട്ട് CPM വരെ കൂടെ നിർത്താൻ പറ്റാത്തത് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് 8 തവണയായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ്, 8 ഘട്ടമായിട്ട്. 2 ഘട്ടമോ 3 ഘട്ടമോ കഴിഞ്ഞപ്പം മമത എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരു വിളിയുമായിട്ട് ശരത് പവാറിനെ വിളിച്ചു. ആ ശരത് പവാറിനെ വിളിച്ച് BJP എതിർക്കുന്നവരുടെ വോട്ട് മുഴുവൻ സമാഹരിക്കുന്നൊരു സാഹചര്യം, അതിനകത്ത് കൃത്യമായും ശരത് പവാറിൻ്റെ ഇടപെടൽ, ആ ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവരുടെ ബന്ധം വരെ ഉപയോഗിച്ചു. പാകിസ്ഥാൻ ബന്ധവും ചൈന ബന്ധവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്. ശരത് പവാറിൻ്റെ ഇടപെടലിന് ശേഷമാണ്, അതിനുശേഷം ഉണ്ടായ ഘട്ടങ്ങളിൽ 3 ഘട്ടം എന്നതിന് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 5 ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ആ ഒരു കാര്യം കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് പറയുമ്പം ഒരു വിഷയം BJPക്ക് ഉണ്ട് മൈനസായിട്ടുള്ളത്. അതെന്താണ്? ഈ അഴിമതിയുടെ കാര്യം പോട്ടെ, വെട്ടിനുരയ്ക്ക് മൂലക്കിടുന്ന സ്ത്രീകളെ നമുക്കറിയാം. ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവരെ പരസ്യമായിട്ട് ലേലം ചെയ്യുന്ന, ഇന്ന് രാത്രി ഞാൻ പറയാം എൻ്റെ വീട്ടിൽ വന്നോണം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന, ഗുണ്ടകളൊന്ന് കൊണ്ടുപോകുന്ന ഒരു കേസുണ്ടായിരുന്നു. എന്തോ ഒരു ഷാജഹാൻ, പിന്നീട് അറസ്റ്റിലായി, പിന്നീട് ആയി. അതുപോലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രയോ പേർക്കാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്രയോ പേർക്കാണ് ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് ഓടേണ്ടി വന്നത്. ഇവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ അധികാരം കയ്യിലുണ്ടായിട്ട് എന്തേ BJP ഒന്നും ചെയ്യാതിരുന്നൊരു ചോദ്യം ഒരു ശരാശരി സമ്മതിദായകൻ്റെ മനസ്സിൽ ഉയരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഗവർണർ തലത്തിലൊരു മാറ്റം വരുത്തി, ഒപ്പം തന്നെ കോടതികളിൽ കൂടെ അഭിപ്രായം എല്ലാം എടുത്ത ശേഷം അവിടെ 2 ദിവസം മാത്രമായിട്ട് തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായിട്ട് ചുരുക്കി. അതോടൊപ്പം തന്നെ കേന്ദ്രസേനയുടെ വിന്യാസം. ഇന്നലെയാണെങ്കിൽ അങ്ങ് വായിച്ചിട്ടുണ്ടാവും, ഹൈക്കോടതി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ജഡ്ജിമാരെ അവിടെ ഉപരോധിക്കുകയല്ല, തടവിലാക്കി പൂട്ടിയിട്ടു. ഹോസ്റ്റേജായിട്ട് പൂട്ടിയിട്ടു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന്. സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. അതൊക്കെ ചെയ്തത് പ്രൊവോക്ക് ചെയ്ത് ഇന്റർവെൻഷനുള്ള അവസരം കൊടുക്കുക ചെയ്തത്, പ്രകോപിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷന് ഇടപെടുന്നുള്ള അനുവാദം കൊടുക്കുക ചെയ്തത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ആ വിഷയത്തിൽ NIA-യോട് കേസ് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് മമതയുടെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ട് രാഷ്ട്രപതിയെ ഗവർണറെ ഉപദേശിക്കാൻ വേണ്ടി നിഷ്പക്ഷരായ 2 മുൻ ജഡ്ജിമാരെ മറ്റും വെച്ച് ആരുടെയും പക്ഷത്തില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടത്തി വേണം ബംഗാളിലെ തിരഞ്ഞെടുപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നടക്കണമെന്നില്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. പക്ഷേ ഏതായാലും എന്താ പറയുന്നത്, ഒരു ചോദ്യം കൂടി അതിനകത്തുണ്ട്. ഇപ്പോൾ സുവേന്ദു അധികാരി പറയുന്നത് ഏതാണ്ട് 3-2 ഭൂരിപക്ഷമായിട്ട് BJP വരും എന്നൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ആത്മവിശ്വാസം പറയുമ്പോഴൊരു കാര്യമുണ്ട്, ഗുണ്ടായുസം കാണിക്കുന്നവരിൽ നിന്ന്
വോട്ട് ചെയ്യാൻ പോയാൽ എന്നെ, എൻ്റെ വീട്ടിലുള്ളവരെ, എൻ്റെ മക്കളെ, എൻ്റെ മകളെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ഒരു ക്രൂര രാഷ്ട്രീയ ഭരണകൂടവും അവരോടൊപ്പം നിൽക്കുന്ന പോലീസിനെയും, അവരോടൊപ്പം അക്രമികളോടൊപ്പം നിൽക്കുന്ന പോലീസിനെയും നിലയ്ക്ക് നിർത്തി സംരക്ഷണം സാധാരണ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുവാൻ ഉള്ള സംവിധാനം ചെയ്തിട്ടാണ് സുവേന്ദു അധികാരി ഇത് പറയുന്നതെങ്കിൽ അത് ശരി തന്നെ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സുവേന്ദു അധികാരി പറയുമ്പോഴും അതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഭാരതത്തിൻ്റെ ദേശീയ പ്രസ്ഥാനങ്ങൾ ബംഗാളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ കൃത്യമായി അളന്ന് തൂക്കി മനസ്സിലാക്കി അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രതിരോധത്തിന് വേണ്ട കാര്യം അവിടെ ജനകീയമായ പ്രതിരോധത്തിൻ്റെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ആ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ പല സർവേകളും പറയുന്നതിനൊക്കെ അപ്പുറമായിട്ട് ബംഗാള് മാറി ചിന്തിക്കും. ഭാരതത്തിൻ്റെ അതിർത്തി സംസ്ഥാനമായ ഏറ്റവും വലിയ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് ബംഗ്ലാദേശിൽ നിന്നും മറ്റുമുള്ള ആ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ഭീഷണി എന്നല്ല, വെല്ലുവിളികൾ, ചില ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ മതി, ഭീഷണി തരാൻ മാത്രം ബംഗ്ലാദേശ് ആയിട്ടില്ല. ആ സാഹചര്യത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങൾ ഭാരതീയ ദേശീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും മുഖ്യധാരയോട് ഇണങ്ങിച്ചേരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ബംഗാളുമായിട്ട് വീണ്ടും വരാം. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബംഗാളിൽ വോട്ടെടുപ്പ് വരുന്നത്. ഏപ്രിൽ അവസാനം. നമുക്കപ്പോൾ സമയം ധാരാളമുണ്ട്. ബംഗാളിനെ കുറിച്ച് വീണ്ടും വിശദമായ ചർച്ചകളിലേക്ക് വരാം. അതുവരെ മമതയും ഹുമയൂൺ കബീറും അസാസുദ്ദീൻ ഒവൈസിയും പിന്നെ അതുപോലെ തന്നെ സുവേന്ദു അധികാരിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ. ഗവർണറുടെ കടമകൾ നിർവഹിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.